എടപ്പാളിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനുള്ള പ്രാരംഭ ചർച്ചകൾക്ക് തുടക്കം. ഇതിനു മുന്നോടിയായി ഉദ്യോഗസ്ഥ സംഘം ബസ് സ്റ്റാൻഡ് ഏറ്റെടുക്കുന്ന സ്ഥലം സന്ദർശിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ബസ് സ്റ്റാൻഡ് എന്ന നാട്ടുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ദുബായ് മാതൃകയിലുള്ള ബസ് സ്റ്റാൻഡാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പ്രധാന ടൗണുകളിലൊന്നായ എടപ്പാൾ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും ബസ് സ്റ്റാൻഡിനായി ഏറ്റെടുക്കുന്ന സ്ഥലം സന്ദർശിച്ചു. ഈ പ്രൊജക്റ്റിന് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും ഞാൻ ഒരുപാട് ദിവസം മുൻപ് തന്നെ എല്ലാവരോടും പറഞ്ഞതാണ്. ഇതിൽ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒരു ഓപ്ഷൻ ഇപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1-2 പേരും കൂടി ഇതിൽ ഉൾപ്പെടുത്താണ്ട്. അപ്പോൾ അതുകൊണ്ട് 1-2 ദിവസത്തിന് ശേഷം അതിൻ്റെ ഫൈനൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് ഓപ്ഷനാണെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണവും ഞാൻ ഇതിൽ തരും. ഉബൈദ് കോലോളമ്പ് വിട്ടു നൽകുന്ന പൊന്നാനി റോഡിലെ റീഗൽ ജ്വല്ലറിക്ക് പുറകുവശത്തുള്ള ഒഴിഞ്ഞ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് വരിക. നിലവിൽ ബസ് സ്റ്റാൻഡിനായി കണ്ടെത്തിയ ഉബൈദിന്റെ സ്ഥലത്തേക്ക് കുറ്റിപ്പുറം റോഡിൽ നിന്നും എത്താൻ തടസ്സങ്ങളുണ്ട്. അതിനായി കുറ്റിപ്പുറം റോഡിൽ നിന്നുള്ള ബൈപ്പാസ് റോഡ് വീതി കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇത് സംബന്ധിച്ച് 2 ദിവസത്തിനുള്ളിൽ ചർച്ച നടത്തും. വില്ലേജ് ഓഫീസർ സ്ഥലം അളന്ന് വഴിക്കുള്ള നടപടിക്രമങ്ങൾ ചെയ്യും. എടപ്പാളിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ബസ് ബേ അതിൻ്റെ 2ാമത്തെ സന്ദർശനവുമായിട്ട് നമ്മുടെ വിവിധ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും ഇവിടുത്തെ കുറച്ച് ആളുകളൊക്കെ കൂടി നമ്മൾ 2ാമതും യഥാർത്ഥത്തിൽ ഇവിടെ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് 2 വഴികളാണുള്ളത്. ആ 2 വഴികളിലൂടെയും നമ്മൾ ഏകദേശം സഞ്ചരിച്ച് 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഫൈനൽ രൂപത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഇവിടെയുള്ള ആളുകളൊക്കെ സ്ഥലം വിട്ടുതരാനും മറ്റു കാര്യത്തിനൊക്കെ എല്ലാവരും പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതിയെ കാണുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ എടപ്പാളിനെ സംബന്ധിച്ചുണ്ടാകുന്ന വികസനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള എടപ്പാളിലുള്ള എല്ലാ ആളുകളും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു രീതിയിലുള്ള തടസ്സങ്ങളുമില്ലാതെ നമ്മുടെ നാട്ടിലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇതുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. എന്തായാലും ഈ സ്വപ്ന പദ്ധതിയുടെ യഥാർത്ഥ രൂപം ഏകദേശം 2 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുറ്റിപ്പുറം റോഡിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് കയറി പൊന്നാനി റോഡിലേക്ക് ഇറങ്ങുന്ന തരത്തിൽ 1 വേ സംവിധാനത്തോടു കൂടിയാണ് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാവുക. വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ്, സെക്രട്ടറി രാജേഷ്, AE ഗ്ലോറിയ, വാർഡ് മെമ്പർമാരായ കഴുങ്കിൽ മജീദ്, ES സുകുമാരൻ, അസൈനർ നെല്ലിശ്ശേരി, ശ്രീജ പാറയ്ക്കൽ, KP റാബിയ, ദിലീപ് എരുവപ്ര, നൌഫൽ C തണ്ടിലം എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. NCV ന്യൂസ് എടപ്പാൾ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.